ഓരോ ഇതിലും ഞാൻ ചെന്ന് നിൽക്കുക, എൻ്റെ മോളുടെ കല്യാണമാണെന്നുണ്ട്. അപ്പം ആരാണ് നിൽക്കണത് എന്നുള്ളത് ചിന്തിക്കണം. ആ സമയത്തൊക്കെ എൻ്റെ നെഞ്ച് ആ സമയത്ത് പോലും ഹസ്ബൻഡിൻ്റെ ഒരു ഹെൽപ്പ് എനിക്ക് ഉണ്ടായിട്ടില്ല. എൻ്റെ മോളെന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിറങ്ങണ സമയത്ത് ഞാനിപ്പോൾ ഇവിടെ കയറി വന്നപ്പോൾ എന്താ പറയുക, എനിക്ക് ക്രോക്കറീസ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വന്നതെന്ന് വെച്ചാൽ എൻ്റെ വലിയൊരു ഇതായിരുന്നു വീട്, എൻ്റെ ക്രോക്കറീസൊക്കെ എല്ലാം പോയി. അപ്പോൾ എൻ്റെ എല്ലാം ഞാൻ അതോടുകൂടെ ഒരു ട്രോമായി മാറി. പിന്നെ അതിലേക്കൊക്കെ ഞാൻ ശ്രദ്ധിക്കാതായി. അങ്ങനെ ഈ ഫുഡ് എന്നുള്ളൊരു ഇത് വന്നപ്പോൾ ഞാൻ കാറ്ററിങ് തുടങ്ങി. ഒരു 500 പേർക്കുള്ള ഫുഡ് ഞാനൊരു 4 വർഷത്തോളം കുഴപ്പമില്ലാതെ നല്ലൊരു രീതിയിൽ പോയി. ആ സമയത്ത് തന്നെ എൻ്റെ മോളെയും കല്യാണം കഴിപ്പിച്ചു വിട്ടു സ്വന്തം തന്നെ. അതിൽ എന്താ പറയുക, ഒരുപാട് പേര് തന്ന് സഹായിച്ചു. അതായത് 33 വർഷം മുന്നേ 200 പവൻ തന്ന് കെട്ടിച്ച എന്നെ എൻ്റെ മോളുടെ കല്യാണത്തിന് ഞാൻ കൊടുക്കണത് 25 പവനാണ്. അത് പലരും സഹായിച്ചിട്ട്. ഓരോ ഇതിലും ഞാൻ ചെന്ന് നിൽക്കുക, എൻ്റെ മോളുടെ കല്യാണമാണെന്നുണ്ട്. അപ്പം ആരാണ് നിൽക്കണത് എന്നുള്ളത് ചിന്തിക്കണം. ആ സമയത്തൊക്കെ എൻ്റെ നെഞ്ച് ആ സമയത്ത് പോലും ഹസ്ബൻഡിൻ്റെ ഒരു ഹെൽപ്പ് എനിക്ക് ഉണ്ടായിട്ടില്ല. എൻ്റെ മോളെന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിറങ്ങണ സമയത്ത്. പക്ഷെ ആ സമയത്തും ഞാൻ കിച്ചണിൽ അതെ കോഴിയട ഉണ്ടാക്കുക. ഇത് വിറ്റ എനിക്ക് കിട്ടിയ ഒരു 100 രൂപ കിട്ടിയ എൻ്റെ മോൾക്ക് അതായില്ലേ എന്നുള്ളതിൽ. എന്നിട്ട് എൻ്റെ ഉമ്മൊക്കെ വന്ന് പറയാം, അവിടെ പെൺകുട്ടി ഇറങ്ങാനായി, നീ വായോ വായോ എന്നിട്ട്. പിന്നെ പ്രളയം വന്നോടുകൂടെ എനിക്കതൊക്കെ നഷ്ടപ്പെട്ടു. ആ ബിസിനസ് നിന്ന് പോയി.